അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ മാസ്റ്റർ റോഷി പറഞ്ഞതനുസരിച്ച് 3 വർഷത്തേക്ക് സോളോ ട്രെയിനിങ്ങിനായിട്ട് ഓരോരോ ഐലാൻഡിലൂടെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ഒരു കാട്ടിലൂടെ കടന്നു വരികയാണ്. ഗോകുവിനാണെങ്കിൽ എപ്പോഴത്തേതും പോലെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എൻ്റെ ലഞ്ചിന് ഞാൻ എന്ത് കഴിക്കുമെന്ന് അവൻ ചിന്തിച്ച് ചുറ്റും നോക്കുമ്പോഴായിരിക്കും മുകളിലൂടെ ഒരു ബേർഡ് പറന്നു പോകുന്നത് കാണുക. ഇന്നത്തെ എൻ്റെ ഈ ലഞ്ച് അത് ഈ ബേർഡ് തന്നെയാണെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് ഓടാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പോൾ ഒരു കാറിൽ ഒരു കുറുക്കൻ അവനങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ്. തൊട്ടുപുറകെ തന്നെ ഒരു മഞ്ഞ കാറിൽ ടൈഗറും കരടിയും അങ്ങനെ ഒരു കൂട്ട സംഘം അവനെ ആക്രമിച്ച് അവൻ്റെ പിന്നാലെ വരും. കുറുക്കനാണെങ്കിൽ കാർ നല്ല സ്പീഡിൽ ചവിട്ടി വിടും. അടുത്ത നിമിഷം ആ മഞ്ഞ കാറ് ഇപ്പൊ കുറുക്കന്റെ കാറിനെ ആഞ്ഞടിക്കും. കാറാണെങ്കിൽ തെറിച്ചടിച്ച് താഴേക്ക് വീഴും. തൊട്ടു പിന്നാലെ അവരുടെ യെല്ലോ കാറും ആ കാറിന്റെ മുകളിലേക്ക് വന്ന് വീഴും. ചെറിയ തോതിൽ പരിക്കു പറ്റിയ കുറുക്കൻ അവനാണെങ്കിൽ നൈസായിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ബാക്കിയുള്ള ആനിമൽസ് അതിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ലോങ് ഷോട്ടിൽ ഗോകു അവൻ ഈ കാഴ്ച കണ്ട് അവിടേക്ക് ഓടിയെത്തും. ആ കുറുക്കൻ ഹെൽപ്ലെസ് ആണെന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ അവിടേക്ക് ചാടി വന്ന് അവരോട് കാര്യം അന്വേഷിക്കും. പക്ഷെ അവരാണെങ്കിൽ കാര്യം പറയുന്നതിന് പകരമായിട്ട് ഗോകുവിനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ കൺട്രോൾ പോയ ഗോകു ആണെങ്കിൽ അവരെ എല്ലാവരെയും തല്ലി ഓടിച്ച് അവരുടെ കയ്യിൽ നിന്ന് ആ കുറുക്കനെ സേവ് ചെയ്യും. നീ ഇപ്പോൾ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ കുറുക്കൻ പറയും, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നീ ആരാണ്, എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അവരിപ്പോൾ ക്യാഷ്വലായിട്ട് സംസാരിക്കും. പിന്നീട് അവൻ്റെ ചുവപ്പ് കാറ് അത് അവരെ കൊണ്ട് പറ്റും പോലെ റിപ്പയർ ചെയ്ത് ഇപ്പോൾ അവരാണെങ്കിൽ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവൻ ഗോകുവിന് കുടിക്കാനായി അവൻ്റെ കാറിലുണ്ടായിരുന്ന ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കും. ഗോകു പറയും, എൻ്റെ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ഐലാൻഡുകളിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുകയാണ്. കൊണ്ട് പറ്റും പോലെ മറ്റുള്ളവരെ സഹായിക്കുക, ട്രെയിനിങ് എടുക്കുക, അതാണ് എൻ്റെ ഏക ലക്ഷ്യം. കുറുക്കനാണെങ്കിൽ ഗോകുവിനോട് നീ എങ്ങനെയാണ് ഓരോരോ ഐലാൻഡുകളിലേക്ക് പോകുന്നതെന്ന് ചോദിക്കും. അതിന് ഗോകു പറയും, ഞാൻ പറന്നും കുടിയും ചാടിയും നടന്നുമൊക്കെയാണ് ഓരോ ഐലാൻഡുകളിലേക്ക് പോകുന്നത്. അത് കേട്ട് കുറുക്കൻ ഞെട്ടും. ഗോകുവിന് എന്തോ ചെറിയൊരു പീരീഡ് കുറവുണ്ടെന്ന് കരുതി അവരാണെങ്കിൽ ഇപ്പോൾ എയർപോർട്ട് ലക്ഷ്യമാക്കി പോവാണ്. കുറുക്കനാണെങ്കിൽ ഗോകുവിനോട് പറയും, ഒരു അടിപൊളി ഐലാൻഡ് നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ അവിടേക്കാണ് പോകുന്നത്, നിനക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യാം. എയർപോർട്ടിൽ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിന് ഇൻഫർമേഷൻ അത് നമുക്ക് തിരക്കാമെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഹാപ്പി. കാരണം ആദ്യമായിട്ടാണ് അവൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. അല്പസമയം കഴിഞ്ഞ് കുറുക്കനും ഗോകുവും അവർ രണ്ടുപേരും എയർപോർട്ടിലേക്ക് കടന്നു വരും. കുറുക്കനാണെങ്കിൽ എയർപോർട്ടിലുള്ള ആ ഒരു ഇൻഫർമേഷൻ ഡെസ്കിൽ ചെന്ന് അവർക്ക് പോകാനുള്ള പ്ലെയിനിനെ കുറിച്ചും അതിന് ഡീറ്റെയിൽസും ചോദിക്കും. അവരാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കും. ഒരാൾക്ക് 50,000 സെനിയാണ് ട്രാവൽ ചെയ്യാൻ ആവശ്യം. കുറുക്കനാണെങ്കിൽ നേരെ ഗോകുവിൻ്റെ അടുത്ത് വന്ന് പറയും, നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ 2 പേർക്കും കൂടെ 1 lakh സെനി ആവശ്യമാണ്. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരു 1 lakh എനിക്ക് തരണം. നമുക്ക് 2 പേർക്കും എങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യാനായിട്ട് കഴിയൂ. ഗോകു ആണെങ്കിൽ വണ്ടറടിക്കും. അതിനുശേഷം കൈ നിവർത്തി കാണിച്ച് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെന്ന് പറയും. കുറുക്കനാണെങ്കിൽ അത് കേട്ട് വണ്ടറടിക്കും. ഓ നോ, 1 രൂപ പോലും ഇല്ലാതെയാണോ നീ ട്രാവൽ ചെയ്യാൻ ഇറങ്ങിയത്? അതിന് യാത്രയ്ക്കൊക്കെ നിനക്ക് പണം വേണ്ടേ? അതിന് ഗോകു പറയും, ഭക്ഷണത്തിന് ഭക്ഷണമല്ലേ, അല്ലാതെ പണം കൊണ്ട് കാര്യമില്ലല്ലോ. കുറുക്കനാണെങ്കിൽ ഗോകുവിന്റെ മറുപടി കേട്ട് ചത്താ മതിയെന്നാവും. അവനാണെങ്കിൽ അല്പനേരം ആലോചിച്ച് ഗോകുവിനോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഞാൻ ഇപ്പൊ വരാം, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് കുറുക്കൻ അവിടുന്ന് കടന്നു പോകും. അതേസമയം ഒരു VIP പേഴ്സണും ആളുടെ മകളും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ അതേ ഐലാൻഡിലേക്ക് തന്നെ പോകാനുള്ള 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യും. അവരങ്ങനെ ക്യാഷ്വലായിട്ട് നടന്നു വരുമ്പോൾ അവിടെ കുറുക്കച്ചനാണെങ്കിൽ ആ ഒരു VIP പേഴ്സന്റെ ബോഡിയിൽ ചെറുതായിട്ടൊന്ന് തട്ടും. ആൾക്കാണെങ്കിൽ കാര്യം മനസ്സിലാവില്ല. ആള് പ്രത്യേകിച്ച് കാര്യമാക്കാതെ വീണ്ടും മുൻപോട്ടേക്ക് കടന്നു പോകും. നമ്മുടെ കുറുക്കച്ചാറാണെങ്കിൽ ആ ഒരു ടിക്കറ്റ് നൈസായിട്ട് അടിച്ചു മാറ്റി ഓടി വരുന്ന വരവില് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറിനെ ഇടിച്ച് താഴേക്ക് വീഴുകയാണ്. കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് അത് താഴേക്ക് വീഴും. പോലീസ് ആണെങ്കിൽ ആ ടിക്കറ്റ് ശ്രദ്ധിക്കും. ഉടനെ കുറുക്കച്ചാറാണെങ്കിൽ ആ ടിക്കറ്റ് പോലീസിനെ ഏൽപ്പിക്കുകയാണ്. എനിക്കിത് ഇവിടെ വെച്ച് കിട്ടിയതാണ്, ആരുടേതാണെന്ന് അറിയില്ല. പോലീസിനാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാതെ വണ്ടർ അടിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ടിക്കറ്റ് നഷ്ടപ്പെട്ട ചീഫ് മാനും ആളുടെ മകളും അവർ രണ്ടുപേരും ടിക്കറ്റ് നഷ്ടപ്പെട്ട് പാനിക്കായി അവിടേക്ക് വരും. പോലീസ് ആണെങ്കിൽ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. നിങ്ങളുടെ കളഞ്ഞുപോയ ടിക്കറ്റ് അത് യങ് ജെന്റിൽമാൻ ആണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞ് കുറുക്കനെ ചൂണ്ടിക്കാണിക്കും. പക്ഷെ നമ്മുടെ ആശാനാണെങ്കിൽ ഓൾറെഡി അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. കുറുക്കച്ചാറാണെങ്കിൽ ഗോകുവിനെ പിടിച്ചു വലിച്ച് അവരുടെ കാറിൽ ഇപ്പോൾ ഒരു കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. കുറുക്കനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നമുക്ക് 2 പേർക്കും ട്രാവൽ ചെയ്യാൻ പണം ആവശ്യമാണ്. പണം സംഘടിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. ആ കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പണം കിട്ടുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി അവനാണെങ്കിൽ ഉച്ചത്തിൽ കരയാണ്. ഗോകു ആണെങ്കിൽ ആ കുട്ടിയെ സമാധാനിപ്പിച്ച് ആ ഒരു ബലൂൺ അവനെ തിരികെ പിടിച്ചു കൊടുക്കും. പക്ഷെ എന്താ, അടുത്തുണ്ടായിരുന്ന ഒരു പാരറ്റ് ഇത് പൊട്ടിച്ചു കളയും. ആ കുഞ്ഞാണെങ്കിൽ വീണ്ടും കരയാനായിട്ട് തുടങ്ങും. ഉടനെ കുറുക്കച്ചാര് ഒരു ക്യാൻഡി എടുത്ത് അതിന് കഴിക്കാൻ കൊടുക്കും. പിന്നീട് കോക്കുരൊക്കെ കാണിച്ച് അവനെ ചിരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് ഒരു
ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അതായത് ബേസ്മെന്റിൽ ഹാമർ കൊണ്ട് ആഞ്ഞടിപ്പിച്ച് മുകളിലുള്ള ബെല്ല് അത് റിങ് ചെയ്യിപ്പിക്കണം. ഒരു ജയന്റ് മാൻ ആണെങ്കിൽ അത് ഇടിപ്പിക്കും, പക്ഷെ ആ ബെല്ല് അത് റിങ് ചെയ്യില്ല. ആങ്കർ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന റിവാർഡിനെ കുറിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയും. അത് കേട്ട നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അതിലേക്ക് കടന്നു വരും. ഗോകു ആണെങ്കിൽ ആ ഒരു ഹാമർ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൈ മടക്കി അതിലൊരു ഒറ്റയടി ആ ഒരു കട്ട ആ ബെല്ലും തകർത്ത് മുകളിലേക്ക് പോവാണ്. കുറുക്കച്ചാരും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ആങ്കറും എല്ലാവരും അത് കണ്ട് ഷോക്കാവും. കുറുക്കച്ചാരാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ ഒരു റിവാർഡ് മണി അത് ചോദിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുറുക്കച്ചാരാണെങ്കിൽ കിട്ടിയ പണം അതങ്ങനെ കൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും എൽഡർ ലേഡി അവർ കാറിൽ അവിടെ കടന്നു വരിക. ആണെങ്കിൽ ഗോകുവിനെ കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, നിന്റെ 3 വർഷത്തെ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ആയോ? അതിന് ഗോകു പറയും, ആയി, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഞാൻ വീണ്ടും എന്റെ ടീമിന്റെ അടുത്തേക്ക് തിരികെ പോവും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരെ ഞാൻ വീണ്ടും മീറ്റ് ചെയ്യാൻ പോവാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉടനെ എൽഡർ ലേഡി ആണെങ്കിൽ അവന്റെ അടുത്ത് നിൽക്കുന്ന കുറുക്കച്ചാര് അവൻ ആരാണ് ചോദിക്കും. ഗോകു ആണെങ്കിൽ ഇവനെ എനിക്ക് കാട്ടിൽ വെച്ച് കിട്ടിയതാണ്. 3 പേര് ഇവനെ അറ്റാക്ക് ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് ഞാനാണ് ഇവനെ രക്ഷിച്ചതെന്ന് പറയും. എൽഡർ ലേഡി ആണെങ്കിൽ കുറുക്കച്ചാരെ അടിമുടി സ്കാൻ ചെയ്ത് ഒന്ന് നോക്കും. അതിനുശേഷം അവനോട് ചോദിക്കും, നിന്റെ പേരെന്താ? കുറുക്കച്ചാരാണെങ്കിൽ കുറുക്കന്റെ പേര് പറയും. അവരെന്തിനാണ് നിന്നെ അറ്റാക്ക് ചെയ്തതെന്ന് ചോദിക്കും. അതിന് കുറുക്കനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഞാൻ കുടിക്കാൻ ഒരല്പം ജ്യൂസ് വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഇന്ന് നൈസായിട്ട് തടി തപ്പുവാണ്. അവനാണെങ്കിൽ ഒരു ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ ഹായ് ആയിട്ട് കുടിക്കും. ആ ലേഡി എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അവർ ഗോകുവിനോട് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവനും എന്നോട് പിണങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ആ പണം എടുത്ത് വീണ്ടും കൗണ്ട് ചെയ്യും. അപ്പോഴായിരിക്കും ടൈം അവനെ അറ്റാക്ക് ചെയ്ത ആ 3 ആനിമൽസ് അവറ്റകൾ അവിടേക്ക് വന്ന് അവനെ പിടിച്ചു വലിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന പണം അത് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് അവനെ തല്ലാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മിസ്റ്റർ റോഷിയുടെ വീട് കാണിക്കും. അവരെല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഗോകുവെ കാണാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. എത്രയും വേഗം ഗോകുവിന്റെ അടുത്തേക്ക് പോയി അവനെ മീറ്റ് ചെയ്യണം. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം ഗോകുവെ കാണുക മാത്രമല്ല, മാർഷൽ ആർട്ട് ടൂർണമെന്റ് അതും കൂടെ വിസിറ്റ് ചെയ്യുക എന്നതാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ലോഞ്ചിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറപ്പെടാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം ലോഞ്ച് അവൾ ആഞ്ഞു തുമ്മി ആ മോൺസ്റ്റർ ലേഡിയായി മാറും. നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഇവിടുന്ന് കടന്നു പോവാണോ? അതിന് മാസ്റ്റർ പറയും, നീയല്ലേ കാണാൻ താല്പര്യമില്ല, നീ വരുന്നില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകാതിരുന്നത്. അത് കേട്ട് അവൾ കൂടുതൽ ടെററാവും. അതിനുശേഷം അവരെല്ലാവരും ഇപ്പൊ ടൂർണമെന്റ് കാണാനും ഗോകുവിനെ വീണ്ടും കണ്ടുമുട്ടാനായിട്ട് പുറപ്പെട്ടു പോവാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗോകു ആണെങ്കിൽ ആ എൽഡർ ലേഡിയുടെ കാറിൽ വെയിറ്റ് ചെയ്യും. എൽഡർ ലേഡി ആണെങ്കിൽ ഗോകുവിനോട് പറയും, ടൂർണമെന്റ് തുടങ്ങാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം. അതിനു മുൻപ് നിന്റെ ഫ്രണ്ടിനെ വിളിക്കുക. അപ്പോഴായിരിക്കും അവിടെ വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുക. ശബ്ദം കേട്ട് നമ്മുടെ ആൾക്കാർ അവിടേക്ക് ഓടിയെത്തും. ഇവിടെ ആ ഒരു കച്ചൻ അവനാണെങ്കിൽ ഗൺ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നവരെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് ഇപ്പോൾ അവനെ റൗണ്ട് ചെയ്യും. ഗോകു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഗോകു ആണെങ്കിൽ കുറുക്കച്ചനോട് നീ ഒരു ക്രിമിനൽ ആണോ എന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ തല താഴ്ത്തി മറുപടി പറയില്ല. ഉടനെ ആ സെക്യൂരിറ്റി പറയും, സത്യം പറയും, നീ അല്ലേ എയർപോർട്ടിൽ വെച്ച് ആ ടിക്കറ്റ് അടിച്ചു മാറ്റിയത്? വേറെ വഴിയില്ലാതെ അവൻ ആ കുറ്റം സമ്മതിക്കും. അതെ, ഞാനാണ് അത് ചെയ്തത്. ബാങ്ക് റോബറി നടത്തിയതും ഞാൻ തന്നെയാണ്. ചെറുപ്പം മുതലേ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഞാൻ വളർന്നു വന്നത്. എനിക്ക് സ്കൂളിൽ പോകാനോ ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. മൊത്തത്തിൽ ഒരൊറ്റപ്പെട്ട ജീവിതം മാത്രമായിരുന്നു എൻ്റേത്. ചെറിയ കളവുകളൊക്കെ ചെയ്താണ് ഞാൻ ജീവിച്ചു വന്നത്. നീ എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഒരു ബ്രദറിന്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഇനി നീ എന്നെ ബ്രദർന്ന് വിളിക്കാൻ പാടില്ല. അതിനവനാണെങ്കിൽ തല താഴ്ത്തി, എനിക്കറിയാം നിന്നെ ബ്രദർന്ന് വിളിക്കാനുള്ള ക്വാളിറ്റി എനിക്കില്ല എന്ന്. പക്ഷെ നീ എൻ്റെ ലൈഫിൽ വന്നതിൽ പിന്നെ എൻ്റെ ലൈഫ് മുഴുവനായിട്ട് ചേഞ്ചായി. പഴയ ആ ഒരു ബാഡ് ആയിട്ടുള്ള ലൈഫ് അതൊഴിവാക്കി പുതിയൊരു ലൈഫ് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചു. മത്സരത്തിൽ കിട്ടിയ പണം അത് തെറ്റ് ചെയ്തവർക്ക് തിരികെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതെന്റെ കയ്യിൽ നിന്നും അവർ തട്ടിക്കൊണ്ടുപോയി. അത് കേട്ട് ഗോകു ആണെങ്കിൽ ആ എൽഡർ ലേഡിയോട് അവരിപ്പോൾ എവിടെയാണ് ചോദിക്കും. എൽഡർ ലേഡി ആണെങ്കിൽ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഗോകു ആണെങ്കിൽ അതനുസരിച്ച് അവരെ തേടി പോവാണ്. ഗോകു ആണെങ്കിൽ അവരുടെ പിന്നാലെ വരുന്നത് കണ്ട് അവർ ഗണ്ണൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ ആ കാർ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റയാട്ടി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത യഥാർത്ഥ ക്രിമിനൽസിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകും. ആ കുറുക്കനാണെങ്കിൽ ആകെ വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഉടനെ അവർ ക്യാൻഡി കൊടുത്ത ആ കുട്ടി അവൻ ഓടി വന്ന് ഇപ്പൊ കുറുക്കച്ചാർക്ക് ക്യാൻഡി കൊടുക്കുകയാണ്. നീ വിഷമത്തിലല്ലേ, നിനക്ക് ഈ ക്യാൻഡി കഴിക്കാം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ എൽഡർ ലേഡി ആണെങ്കിൽ ഇപ്പൊ കടൽ ചൂണ്ടി കാണിക്കും. അതിന്റെ ആ ഒരു കരയിലാണ് നിനക്ക് മത്സരിക്കാനുള്ള ഐലാൻഡ് ഉള്ളത്. ഓൾറെഡി നിനക്ക് നിന്റെ പ്ലെയിൻ നഷ്ടമായി, ഇനി എങ്ങനെ നീ അവിടെ എത്തും? ഗോകു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, കുഴപ്പമില്ല, ഞാൻ സ്വിം ചെയ്ത് പോവാം, എനിക്ക് അത്രയും ദൂരം സ്വിം ചെയ്യുന്നത് ഒരു എക്സസൈസും ആവുമെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗോകു കടലിലേക്ക് എടുത്ത് ചാടും. കട്ട് ചെയ്ത കടൽ കാണിക്കും. ഓരോരുത്തരായിട്ട് ഇപ്പൊ ടൂർണമെന്റിൽ മത്സരിക്കാനായിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.